ചരിത്രത്തിന്റെ പുതിയ വഴിത്തിരിവിലേക്ക് പശ്ചിമേഷ്യൻ യുദ്ധങ്ങൾ നീങ്ങുന്നു. ഒരിക്കലും പൂർണ്ണമായി അവസാനിച്ചിട്ടില്ലാത്ത യുദ്ധ അന്തരീക്ഷം. വീണ്ടും ഇറാനെതിരായ യുദ്ധത്തിലേക്ക് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം എത്തി. 4 മാസം മുമ്പ് ആരംഭിച്ച ഈ സൈനിക നീക്കം പശ്ചിമേഷ്യയെ ആകെ തകിടം മറിച്ചു. US സൈന്യത്തിന്റെ ലക്ഷ്യം ആദ്യഘട്ടത്തിൽ ഇറാന്റെ സൈനിക താവളങ്ങൾ, മിസൈൽ ലോഞ്ചറുകൾ, കപ്പലുകൾ, നാവിക സൗകര്യങ്ങൾ എന്നിവ തകർക്കുക എന്നതായിരുന്നു. ഇസ്രയേലാകട്ടെ ഇറാന്റെ ഭരണകൂടത്തെ താഴെയിറക്കുക എന്ന ലക്ഷ്യത്തോടെ ഭരണ നേതൃത്വങ്ങളെയാണ് ലക്ഷ്യമിട്ടത്. ഇതിൽ ആദ്യപടി വിജയം എന്നോണം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ കൊലപ്പെടുത്തി. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യങ്ങൾ വിചാരിച്ച പോലെ അത്ര എളുപ്പമായിരുന്നില്ല അവർക്ക്. കാരണം പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന് ശേഷം അധികാരമേറ്റവർ അതിനേക്കാൾ കടുത്ത നിലപാട് സ്വീകരിച്ചവരായിരുന്നു. യുദ്ധത്തിന്റെ ആരംഭഘട്ടം മുതൽ ഇന്നുവരെ US സൈന്യം ഇറാന്റെ ആയിരക്കണക്കിന് ലക്ഷ്യങ്ങളിൽ കനത്ത പ്രഹരമേൽപ്പിച്ചു. എന്നാൽ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ മേധാവിത്വം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ട്രംപിന്റെ തന്ത്രങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. താൽക്കാലികമായ വെടിനിർത്തൽ ഏപ്രിൽ മാസം മുതൽ ഏകദേശം 90 ദിവസത്തോളം ഉണ്ടായിരുന്നെങ്കിലും സ്ഥിരതയില്ലായിരുന്നു. മാത്രമല്ല, ആ കരാർ ഇപ്പോൾ പൂർണ്ണമായി കാറ്റിൽ പറത്തിയ പട്ടം പോലെയാണ്. ഇപ്പോൾ രണ്ടും കൽപ്പിച്ച മട്ടിലാണ് അമേരിക്ക കൂടുതൽ ശക്തമായ രണ്ടാം ഘട്ട സൈനിക നീക്കത്തിലേക്ക് നീങ്ങിയത്. അതും പുതിയ ലക്ഷ്യങ്ങളോടെയാണ് ഈ നീക്കമെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. പക്ഷേ ഇറാനെ തകർക്കാൻ മാത്രം ശേഷിയുള്ള വ്യക്തമായ ഒരു തന്ത്രമുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഒന്നാം ഘട്ടത്തിൽ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കയുടെ ഒരു ഭാഗത്തു നിന്ന് കടുത്ത നാവിക ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടും തെല്ലും കുലുങ്ങാതെ നിൽക്കാൻ ഇറാന് സാധിച്ചു. ഇത് ശരിക്കും ലോകരാജ്യങ്ങൾക്ക് പോലും അത്ഭുതമുണ്ടാക്കിയ ഒന്നാണ്. അത് US പഠിക്കേണ്ട പ്രധാന പാഠമാണ്. ഇന്ന് ഹോർമുസിന്റെ പേരിലാണ് അമേരിക്ക രണ്ടാം ഘട്ട യുദ്ധത്തിലേക്ക് കടക്കേണ്ടി വന്നത്. അതിനാൽ ഇത്തവണ ഹോർമുസിലെ ഇറാന്റെ സ്വാധീനം ഇല്ലാതാക്കുക എന്നതിനാണ് രണ്ടാം ഘട്ടത്തിൽ ട്രംപ് ഭരണകൂടം മുൻഗണന നൽകിയിരിക്കുന്നത്. ഇതിനിടയിൽ ഇറാൻ തിരിച്ചടി ശക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹോർമുസ് വഴി കപ്പലുകൾ തങ്ങളുടെ താക്കീത് ലംഘിക്കുന്നു എന്നാരോപിച്ചാണ് നീക്കം. പ്രസിഡന്റ് ട്രംപിന്റെ ഉത്തരവനുസരിച്ച് ഈ ആഴ്ച തുടർച്ചയായ 3 ദിവസങ്ങളിലായി 140 സൈനിക കേന്ദ്രങ്ങളും ആക്രമിച്ചതായി പറയുന്നു. മാത്രമല്ല, US സൈന്യം ഇറാന്റെ തുറമുഖങ്ങൾക്ക് മേൽ വീണ്ടും നാവിക ഉപരോധം ഏർപ്പെടുത്തി. അതായത് അമേരിക്കയുടെ സൈനിക കരുത്ത് പ്രകടിപ്പിക്കുക എന്നതിലുപരി വാണിജ്യ കപ്പലുകൾക്കായി ഹോർമുസ് കടലിടുക്ക് തുറന്നുകൊടുക്കുക എന്നതാണ് ഇറാൻ ലക്ഷ്യം. ഇറാന്റെ വ്യാപാരം തടസ്സപ്പെടുത്തി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുക എന്നീ ലക്ഷ്യങ്ങളും ഇതിനു പിന്നിലുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ആക്രമിച്ച US സൈന്യത്തിന് എത്രത്തോളം മുന്നോട്ടു പോകാൻ കഴിയുമെന്നാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. മാത്രമല്ല, ട്രംപ് രണ്ടും കൽപ്പിച്ച് ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ പ്രധാന കേന്ദ്രമായ ഗാർഗ് ദ്വീപ് പിടിച്ചെടുക്കാൻ നീക്കം നടത്തുമോ എന്നും ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നു. പക്ഷേ ഇവിടെ ഇറാനെ സൈനികമായി തകർത്തു കളയാമെന്ന USന്റെ യുദ്ധക്കുതിയുടെ വ്യാമോഹങ്ങൾ അസ്ഥാനമാക്കിക്കൊണ്ടാണ് ഓരോ സമയത്തുള്ള ഇറാന്റെ കരുത്തുറ്റ മറുപടി. ശരിക്കും അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളും ഉപരോധങ്ങളും തുടരുമ്പോഴും വഴങ്ങില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ സേനയുള്ളത്. ഇവിടെ ട്രംപ് ഇന്ന് ഇറാനു മുന്നിൽ തന്റെ ആളുകൾക്ക് തന്നെ ഉണ്ടാകുന്ന വലിയ ജീവഹാനി ഭയന്ന പല പദ്ധതികളും ഉപേക്ഷിക്കുന്ന രീതിയും ദൃശ്യമാണ്. എന്നാൽ ട്രംപ് ഇത്തരത്തിൽ ചുവടുമാറ്റം നടത്തിയില്ലെങ്കിൽ വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുമായിരുന്നു. ഇന്ന് ലോകരാജ്യങ്ങളും ഇത് ആശങ്കയോടെയാണ് കാണുന്നത്. പക്ഷേ അമേരിക്കയാകട്ടെ വൻ സൈനിക സന്നാഹം, അതായത് 2 വിമാനവാഹിനി കപ്പലുകളും ഡസൻ കണക്കിന് യുദ്ധവിമാനങ്ങളും നിരീക്ഷണ സംവിധാനങ്ങളുമായി മിഡിൽ ഈസ്റ്റിൽ സജ്ജമാണ്. 20-ലധികം US നാവികസേനാ കപ്പലുകളും 100 കണക്കിന് സൈനിക വിമാനങ്ങളും സജ്ജമായിട്ടുണ്ട്. ട്രംപ് പറയുന്ന മുന്നറിയിപ്പ് എന്താണെന്ന് വെച്ചാൽ സിവിലിയൻ കേന്ദ്രങ്ങളും ആക്രമിക്കാൻ ഇനി തങ്ങൾക്ക് മടിയില്ല എന്നാണ്. പക്ഷേ ഒരു കാര്യം, പശ്ചിമേഷ്യയിൽ അശാന്തി വിതയ്ക്കാൻ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ശ്രമിക്കുമ്പോഴും ഇറാൻ അതിനെയെല്ലാം ഒറ്റയ്ക്ക് ചെറുത്തു തോൽപ്പിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണുള്ളത്. ഇസ്രയേലിന്റെ ആക്രമണ പദ്ധതികൾക്ക് അമേരിക്ക പിന്തുണയുണ്ട്. പക്ഷേ അമേരിക്കയ്ക്ക് പ്രത്യാക്രമണത്തിൽ സ്വന്തം താവളങ്ങൾ തകരുമെന്ന ഭയം പിന്നോട്ട് വലിക്കുന്ന ഒന്നാണ്. അതായത് ഈ യുദ്ധമുഖത്ത് നിന്ന് തൽക്കാലം രക്ഷ നേടാൻ ട്രംപ് ഭരണകൂടം താൽക്കാലിക വെടിനിർത്തൽ തിരഞ്ഞെടുക്കുമോ അതോ കൂടുതൽ സൈനിക നടപടികളിലേക്ക് കടക്കുമോ എന്ന് കണ്ടറിയണം. ഇവിടെ അമേരിക്കൻ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ സ്വന്തം മണ്ണും അന്തസ്സും സംരക്ഷിക്കാൻ ഇറാൻ കാണിക്കുന്ന ഉറച്ച നിലപാടും തന്ത്രപ്രധാനമായ നീക്കങ്ങളും നിരീക്ഷിച്ചു കാണേണ്ട ഒന്നുകൂടിയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.